നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരുന്ന ആ പ്രഖ്യാപനവും എത്തി. ഇന്ത്യയുടെ ലോകകപ്പ് ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ദിനേശ് കാർത്തിക് രണ്ടാം വിക്കറ്റ് കീപ്പറായി ടീമിലെത്തിയപ്പോൾ 4-ാം നമ്പർ സ്ഥാനത്ത് അമ്പാട്ടി റായുഡുവിനെ പരിഗണിച്ചില്ല എന്നതാണ് ശ്രദ്ധേയം. വിരാട് കോഹ്ലി നയിക്കുന്ന ടീമിൽ രോഹിത് ശർമ്മയും ശിഖർ ധവാനുമാണ് ഓപ്പണർമാരായി എത്തുന്നത്. റിസർവ് ഓപ്പണറായി KL രാഹുലിനെ ഉൾപ്പെടുത്തി. ഓൾറൗണ്ടർമാരായി വിജയ് ശങ്കറും ഹാർദിക് പാണ്ഡ്യയും ഇടം പിടിച്ചു. കേദാർ ജാദവും MS ധോണിയും മധ്യനിരയിൽ ഇടം പിടിച്ചപ്പോൾ യുവ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഋഷഭ് പന്തിന് അവസരം നൽകിയില്ല എന്നത് ശ്രദ്ധേയമാണ്. ചാഹലും കുൽദീപും ജഡേജയുമാണ് ടീമിലെ സ്പിന്നർമാർ. IPLൽ തിളങ്ങിയെങ്കിലും അപ്രതീക്ഷിതമായാണ് ജഡേജയുടെ ടീം പ്രവേശം. ബുംറയും ഭുവിയും ഷമിയുമാണ് ടീമിലെ പേസർമാർ. 4-ാം നമ്പറിൽ ആര് വരുമെന്ന സർപ്രൈസ് ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. BCCI പ്രഖ്യാപിച്ചിരിക്കുന്ന ഇന്ത്യയുടെ ലോകകപ്പ് ടീം ഇവരാണ്. വിരാട് കോഹ്ലി ക്യാപ്റ്റൻ സ്ഥാനത്ത്, രോഹിത് ശർമ്മ വൈസ് ക്യാപ്റ്റൻ, ശിഖർ ധവാൻ, KL രാഹുൽ, വിജയ് ശങ്കർ, കേദാർ ജാദവ്, MS ധോണി, ദിനേശ് കാർത്തിക്, മുഹമ്മദ് ഷമി, ഭുവനേശ്വർ കുമാർ, ജസ്പ്രീത് ബുംറ, കുൽദീപ് യാദവ്, യുസ്വേന്ദ്ര ചൗഹൽ, രവീന്ദ്ര ജഡേജ, ഹാർദിക് പാണ്ഡ്യ. ഏകദിന ലോകകപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീമാണ് ഇന്ത്യ. എന്നാൽ ലോകകപ്പ് ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ശ്രദ്ധ കൊടുക്കാതെ പോയ ചില കാര്യങ്ങളുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച ടോപ്പ് 3 ആണ് ഇന്ത്യയുടേത്. ഓപ്പണിംഗിൽ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയും ശിഖർ ധവാനും. ഇടം വലം കയ്യൻ കോമ്പിനേഷൻ ഇന്ത്യക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. 3-ാം നമ്പറിൽ നിലവിലെ ഏറ്റവും മികച്ച ഏകദിന ബാറ്റ്സ്മാനായ റൺ മെഷീൻ വിരാട് കോഹ്ലി എത്തുമ്പോൾ ആദ്യ 3 ബാറ്റിംഗ് പൊസിഷനും ഇന്ത്യക്ക് സുരക്ഷിതം. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനും മുൻനിര നായകനുമായ MS ധോണിയുടെ ചടുല നീക്കങ്ങളും പരിചയസമ്പത്തും ഇന്ത്യക്ക് മധ്യനിരയിൽ തുണയാകും. എല്ലാ കാലത്തും മികച്ച അതിശക്തമായ പേസ് നിരയാണ് നിലവിൽ ഇന്ത്യയുടേത്. ജസ്പ്രീത് ബുംറ പേസ് ആക്രമണം നയിക്കുന്ന ടീമിൽ മുഹമ്മദ് ഷമിയുടെ ലൈനും ലെങ്തും ഇന്ത്യക്ക് ഗുണകരമാവും. ഭുവി കൂടി ചേരുമ്പോൾ ഇന്ത്യയുടെ പേസ് ആക്രമണം മിന്നൽ വേഗമുള്ളതാണ്. ഇവർക്കൊപ്പം ഓൾറൗണ്ടറായ ഹാർദിക് പാണ്ഡ്യയും വിജയ് ശങ്കറും ചേരുമ്പോൾ ടീം കൂടുതൽ കരുത്തുറ്റതാകുന്നു. നിലവിലെ ഏറ്റവും മികച്ച സ്പിന്നർമാരായ യുസ്വേന്ദ്ര ചാഹലും കുൽദീപ് യാദവും ഇന്ത്യക്കുണ്ട്. കൂടാതെ പരിചയസമ്പന്നനായ രവീന്ദ്ര ജഡേജയുടെ സാന്നിധ്യവും. എന്നാൽ മധ്യനിരയിൽ ഇടം കയ്യൻ ബാറ്റ്സ്മാന്റെ അഭാവം ഇന്ത്യക്ക് പ്രകടമാകുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ പേസിനെ തുണയ്ക്കുന്ന സാഹചര്യത്തിൽ എതിർ ബാറ്റ്സ്മാനെ വിറപ്പിക്കാൻ ഇടം കയ്യൻ പേസറുമില്ല. ഇതിനേക്കാളൊക്കെ കുഴയ്ക്കുന്നത് മധ്യനിരയുടെ സ്ഥിരതയാണ്. MS ധോണി, കേദാർ ജാദവ്, വിജയ് ശങ്കർ, ദിനേശ് കാർത്തിക് എന്നിവരുടെ സ്ഥിരത ഇന്ത്യക്ക് തലവേദനയാകും. നിർണായകമായ 4-ാം നമ്പറിൽ ആര് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവും സെലക്ടർമാർ നൽകേണ്ടതുണ്ട്. മുഖ്യ സെലക്ടർ MSK പ്രസാദാണ് ടീം സെലക്ഷൻ നടത്തിയിരിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, കർമ്മ ന്യൂസ്.